വെൽക്കം ബാക്ക് ടു ഹനീരാസ് 5 പോയിന്റ്. സോ നമ്മൾ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യത്തെ കാര്യങ്ങൾ കുറച്ച് പഠിച്ചു അല്ലേ. ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്, പൂർണ്ണ വർഗ്ഗങ്ങൾ എങ്ങനെയാണ് കാണാമെന്നാണ് പഠിച്ചത്. അതായിരുന്നു ഈ ചാപ്റ്ററിൽ ആദ്യം പറയാനുള്ളത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് കഴിഞ്ഞ ക്ലാസ് കണ്ടുവരാം കേട്ടോ. അതിൻ്റെ കൂടെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമ്മളുടെ സ്ക്വയേഴ്സ്, വർഗ്ഗങ്ങളിൽ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡെസിമൽ സ്ക്വയേഴ്സ് ആണ്. അതായത് ദശാംശ വർഗ്ഗങ്ങൾ. ഫോർ എക്സാമ്പിൾ നമ്മളുടെ 3.5 സ്ക്വയർ നിങ്ങളോട് കാണാൻ പറഞ്ഞു, അല്ലെങ്കിൽ 2.3 സ്ക്വയർ കാണാൻ പറഞ്ഞു. ഇങ്ങനത്തെ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എങ്ങനെയാ കാണാന്നുള്ളതാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, ഇത് രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സോ ഫസ്റ്റ് നമ്മൾ ഒരു 1.2 സ്ക്വയർ കണ്ടുനോക്കാം. ഇതെങ്ങനെയാ കാണാന്നറിയോ? നേരത്തെ 15 എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതി? 10 + 5 സ്ക്വയർ അങ്ങനെ കണ്ടു അല്ലെ. ഇതുപോലെ ഇതും എഴുതാൻ പറ്റും. 1.2 എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതാന്നറിയോ? ഒരു പൂർണ്ണസംഖ്യ, അതായത് എന്ത്? 1 + 0.2 എന്ന് എഴുതാൻ പറ്റും. നമുക്ക് 1 + 0.2 സ്ക്വയർ എന്നാണ് ഇവർ ചോദിച്ചിട്ടുള്ളത്. ഇനി നോക്ക്, വേറെ നമ്പേഴ്സ് വെറുതെ മിസ് എടുത്തരാം. 2.5 എങ്ങനെ എഴുതാം? 2 + 0.5 എന്ന് എഴുതാം. 3.9 എങ്ങനെ എഴുതാം? 3 + 0.9 എന്ന് എഴുതാം. ഇനി 4.8 എങ്ങനെ എഴുതാം? 4 + 0.8 എന്ന് എഴുതാം. ഇങ്ങനെ എടുത്തിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദശാംശ സംഖ്യയുടെ വർഗ്ഗം കാണാൻ പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 2 × ആദ്യത്തെ നമ്പർ × രണ്ടാമത്തെ നമ്പർ പ്ലസ് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ. ഓക്കെ, സിമ്പിൾ അല്ലേ കാര്യം? ഇനി ഇവനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി വെക്കാം. പോകുന്നില്ല ഇവൻ. ഓക്കെ, മുകളിലോട്ട് മാറ്റി വെച്ചു നമ്മൾ. യെസ്. ഇനി നോക്ക്, 1ന്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ് അല്ലെ. ഇനി അടുത്ത് നോക്ക്, 2 × 1 എത്രയാ? 2 × 1 2 ആണ്. ഇനി 2 × 0.2. നോക്ക്, ഒന്നാമത്തെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 2 × 0.2. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം പോയിന്റിനെ അങ്ങ് ഒഴിവാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. പോയിന്റ് അങ്ങ് ഒഴിവാക്കിയാൽ 2 × 0 2, അതായത് 2 × 2 4 തന്നെയാണ് അല്ലെ. അത് തന്നെയായിരിക്കും ഇതിന്റെ ആൻസർ വരിക, 2 × 0.2. പക്ഷെ എന്താ മാറ്റം ഉള്ളത് എന്നറിയോ? മാറ്റം എന്താന്ന് വെച്ചാൽ ഇവിടെ പോയിന്റ് വരും. പക്ഷെ എവിടെ പോയിന്റ് വരാന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരൊറ്റ പോയിന്റ് ആണുള്ളത്. ഈ ഒരു നിങ്ങൾക്ക് തന്ന ഈ ഓപ്പറേഷനിൽ ഒറ്റ പോയിന്റ് ആണുള്ളത്. ആ ഒരു പോയിന്റിന് ശേഷം ഒരു നമ്പറാണ് ഉള്ളത്. അപ്പൊ നമ്മളുടെ ആൻസറിലും എന്താവണം? നമ്മളുടെ പോയിന്റിന് ശേഷം ഒരു നമ്പറാണ് വരേണ്ടത്. അതായത് ഒരു നമ്പർ മുന്നേ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ മതി. ഓക്കെ, ഒരു നമ്പർ മുന്നേ മിസ് പോയിന്റ് ഇടുന്നു. ഓക്കെ, പോയിന്റ് ഇടുന്നു. ഇവിടെ പോയിന്റ് വരാൻ ഒരു പണിയുണ്ടോ? പോയിന്റ് ഇടുന്നു. ഇതിന്റെ മുന്നേ ആയിരിക്കും പോയിന്റ് വരിക. 4ന്റെ മുന്നേ ഇവിടെ ഇതാ, 4ന്റെ മുന്നേ ഇവിടെ ആയിരിക്കും പോയിന്റ് വരിക. ഓക്കെ, യെസ്. ഇനി പോയിന്റിന്റെ മുന്നേ ആരും ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അതായത് ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 0.4 ആയിരിക്കും. പ്ലസ് 0.2 സ്ക്വയർ. 0.2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 0.2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.2 × 0.2 എന്നാണ് അല്ലെ. അതായത് എന്താ വരിക? നമ്മളുടെ 0.2 × 0.2 ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ദശാംശല്ലേ, ആ പോയിന്റ് ഒഴിവാക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കുക. 2 × 2 എത്രയാ വരിക? 4 അല്ലേ. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. ഇനി ഞാൻ ഇതിന്റെ ആൻസറും 4 തന്നെയായിരിക്കും വരിക. പക്ഷെ എന്തുണ്ട്? ഇവിടെ പോയിന്റ് ഇടണം അല്ലെ. ഇവിടെ 2 പോയിന്റ് ഉണ്ട്. ഒരു പോയിന്റിന് ശേഷം ഒരു നമ്പറും മറ്റേത് ഒരു നമ്പറും, അതായത് 2 നമ്പേഴ്സ് ഉണ്ട്. 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 2 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടണം. അപ്പൊ ഇവിടെ ഒരു നമ്പറേ ഉള്ളൂ. അപ്പൊ ഞാൻ വെറുതെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുന്നു. അപ്പൊ 0ന്റെ മുന്നേ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ പോയിന്റിന് ശേഷം എത്ര നമ്പറായി? 2 നമ്പറായി. ഇനി പോയിന്റിന് മുന്നേ ആരും ഇല്ലെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കുന്നു. 0.04 ആയിരിക്കും ആൻസർ. 0.04 ആയിരിക്കും. ഇനി ഇവന്മാരൊന്ന് കൂട്ടി വെക്ക്. എങ്ങനെയാ കൂട്ടുക? ഇതാ, നമ്മളുടെ പൂർണ്ണ സംഖ്യകൾ ഒന്നിച്ച് വരുന്ന രീതിയിൽ 1 0.4 0.04 എന്ത് വരും? 4 4 1. ഇവിടെ തന്നെ പോയിന്റ് 1.44. ഇതായിരിക്കും ആൻസർ. സിമ്പിൾ. അതുപോലെ ഓരോ ക്വസ്റ്റ്യനോട് ചെയ്ത് നോക്കാം അല്ലെ. നമുക്ക് ഒരു 4.2 ആയിക്കോട്ടെ. എങ്ങനെയാ എഴുതുക? ഒരു പൂർണ്ണസംഖ്യ 4 + 0.2 സ്ക്വയർ അല്ലെ. എങ്ങനെയായിരിക്കും വരിക? 4ന്റെ സ്ക്വയർ പ്ലസ് 2 × 4 × 0.2 പ്ലസ് 0.2ന്റെ സ്ക്വയർ. ഓക്കെ, 0.2. ഇവിടെ നേരത്തെ നമ്മൾ 0.2 ആയിരുന്നു അല്ലേ വന്നത്. നമുക്കിപ്പോൾ ഒരു 0.5 എടുക്കാം. അപ്പോൾ 0.
ഓക്കെ, ഇനി ഇവിടെയും മാറ്റണം അല്ലേ. ഇൻറ്റു 0.5. ഇവിടെ എന്ത് വരും? സിമ്പിൾ. ഓക്കെ, ഇനി നോക്ക് 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്, നമുക്കറിയാം. ഇനി 2 × 4 എത്രയാടാ? 2 × 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 × 0.5 ചെയ്യണം അല്ലേ? 8 × 0.5 നമുക്ക് ചെയ്ത് നോക്കാം. 8 × 0.5 അല്ലെ? 8 × 0.5 നമ്മൾ എന്താ ചെയ്യുക? പോയിന്റ് ഒഴിവാക്കിയിട്ട് ആദ്യം ചെയ്ത് നോക്കൂ അല്ലേ? അതായത് 8 × 5 എത്രയാ വരിക? 4 ആണ്, 40 ആണ് വരിക അല്ലെ? 8 × 5 40 ആണ് വരിക. യെസ്, 8 × 5 40 ആണ് വരിക. അങ്ങനെയെങ്കിൽ ഇവനും എന്ത് തന്നെ ആയിരിക്കും? 40 തന്നെയായിരിക്കും. പക്ഷെ എന്താണ്? പോയിന്റ് ഇടണം. എവിടാ പോയിന്റ് ഇടണ്ട? ഇവിടെ നോക്ക്, ദാ പോയിന്റിന് ശേഷം ഒരൊറ്റ നമ്പറാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ 40യിലും എന്ത് ചെയ്യണടാ? 40യിലും ഒരു നമ്പർ മാറ്റി പോയിന്റ് ഇടണം. അതായത് ഇവിടെ ആ പോയിന്റ് ഇടുക 4.0. 4.0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 4 തന്നെയാണ് അല്ലെ? പോയിന്റിന് ശേഷം 0 മാത്രമാണെങ്കിൽ ആ നമ്പർ തന്നെ, അതായത് 4 പ്ലസ് 0.5ന്റെ സ്ക്വയർ എന്തായിരിക്കും? 0.5 × 0.5 അല്ലെ? നമ്മൾ എന്ത് ചെയ്യും? ആ പോയിന്റ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ? 5 × 5 ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? 25 ആണ്. ഈ 25 തന്നെയായിരിക്കും ഇവിടെ ആൻസർ. പക്ഷെ എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. എവിടെ പോയിന്റ് ഇടണ്ട? ഇവിടെ ഒരു നമ്പർ ഉണ്ട് പോയിന്റിന് ശേഷം, ഇവിടുത്തെ പോയിന്റിന് ശേഷം ഒരു നമ്പർ, ആകെ 2 നമ്പേഴ്സ് ഉള്ളത്. അപ്പൊ നമ്മളുടെ ഉത്തരത്തിലും 2 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടുന്നു. 0.25 ആയിരിക്കും ആൻസർ. ഓക്കെ, 0.25 ആയിരിക്കും ആൻസർ. യെസ്, അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും വരിക? 16 4 0.25 ദാറ്റ് ഈസ് 20.25 ആയിരിക്കും ആൻസർ. 0.25 സിമ്പിൾ. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഡെസിമൽസിന്റെ സ്ക്വയേഴ്സ് കാണുക. അങ്ങനെയെങ്കിൽ മിസ് 2 ഹോംവർക്ക് ഇരട്ടെ. 3.9ന്റെ സ്ക്വയറും ഒരു 9.3ന്റെ അല്ലെങ്കിൽ രണ്ടും സെയിം ആവും. 9.8ന്റെ സ്ക്വയറും. ഈ രണ്ടിന്റെ സ്ക്വയർ എത്രയാണെന്നൊന്ന് കണ്ടു നോക്ക്. ഇതാണ് നിങ്ങൾക്കുള്ള ഹോംവർക്ക്. താഴെ എത്രയാണെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇത്ര മാത്രമേ മക്കളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. 2 കാര്യങ്ങൾ മാത്രം. നമ്മളുടെ ഡെസിമൽസിന്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുക, അതുപോലെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എങ്ങനെയാണ് 1 to 100 വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എങ്ങനെയാണ് കാണുക എന്നുള്ളത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് കാണാനുള്ള ഒരു എളുപ്പ വഴിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പറയുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണം എന്ന് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.